ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്വർഗക്കാഴ്ചയിലെ പുതിയ രസത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങളുടെ ചങ്കു കൂട്ടുകാരെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ സ്വർഗ കാഴ്ചകൾക്ക് ശക്തിയും മികവും കൂട്ടാനായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കൽപ്പറമ്പ് സെൻറ് മേരീസ് ഫൊറോന ചർച്ചിലെ കൊച്ചു കൂട്ടുകാരാണ് അല്ലേ. ഇവരുടെ ഇരിപ്പും മട്ടൊക്കെ കണ്ടില്ലേ, ഇവരിന്ന് തകർക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഈ സ്വർഗത്തിലെ രസക്കാഴ്ചയിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ടപ്പേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാണ്. ഉഷാറല്ലേ മക്കളെ? സൂപ്പർ അല്ലേ? ആർ യു റെഡി? ഓക്കെ, അപ്പൊ ഈശോയ്ക്ക് ഒരു ഹായ് പറഞ്ഞാലോ നമുക്ക്? റെഡിയാണോ? ഹലോ ജീസസ് പറഞ്ഞെല്ലാവരും. ഹലോ ജീസസ്. എല്ലാവരും ഇങ്ങനെ ചെയ്തേ. ഹലോ ജീസസ്. ഹലോ ജീസസ്. ഹായ് ജീസസ്. ഹായ് ജീസസ്. തലയൊന്നും ആടുന്നില്ലല്ലോ. ഹായ് ജീസസ്. ഹായ് ജീസസ്. ആ ടാറ്റയല്ല കൊടുക്കണ്ടേ ഈശോയ്ക്ക്, പോടാ ഈശോ എന്നല്ല പറയണ്ടേ അല്ലേ? ഹായ് ജീസസ് പറഞ്ഞേ. ഹായ് ജീസസ്. ഫിംഗർ വർക്ക് ചെയ്യട്ടെ. ഹായ്. ഹായ്. അപ്പൊ ഒന്നുകൂടെ ഹലോ ജീസസ് പറയാം. ഹലോ ജീസസ്. ഹലോ ജീസസ്. ഹായ് ജീസസ്. ഹായ് ജീസസ്. നമ്മളിവിടെ എത്തി, നമ്മുടെ പ്രസൻസ് അറിയിക്കണ്ടേ. അപ്പൊ നമ്മൾ സ്വർഗത്തിലെ രസക്കാഴ്ചയിലേക്ക് എത്തി കൊടുക്കാൻ പോവാണ്. റെഡി സ്റ്റാർട്ട്. ഫസ്റ്റ് സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞേ. ഈശോയ്ക്ക് സ്തുതി പാടാം. നമ്മൾ ഈശോയനൊരു പാടി സ്തുതിക്കാൻ പോവാണ്. ഒരു ഡാൻസ് ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി. അപ്പോൾ സ്വർഗത്തിലെ മാലാഖമാരുടെ വൈബാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. പൊളിക്കല്ലേ? ഓക്കെ, ഒരു പാട്ട് പഠിക്കാം. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം, യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. പാടിക്കേ. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം, യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. ആർക്കു വേണം ആർക്കു വേണം ആർക്കതു വേണം. പാടിക്കേ. ആർക്കു വേണം ആർക്കു വേണം ആർക്കതു വേണം. യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും, യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും. ഒന്നുകൂടെ പാടിക്കേ. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം. കമാൺ. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം. ഓഹോ. യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. പാടിക്കേ. യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. ആർക്കു വേണം ആർക്കു വേണം ആർക്കതു വേണം. ആർക്കു വേണം ആർക്കു വേണം ആർക്കതു വേണം. യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും, യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും. ലാലല്ലല്ല ലാലല്ലല്ല ലാലല്ലാലല്ല ലാലല്ലല്ല ലാലല്ലല്ല ലാലല്ലാലല്ല. Again. ലാലല്ലല്ല ലാലല്ലല്ല. ആഹാ. അപ്പോ തകർക്കാൻ വേണ്ടി നമുക്കൊരു സ്റ്റെപ്പ് പഠിക്കാം. ആർ യു റെഡി? യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം. ചെയ്തേ. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം. ആഹാ. യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. ആർക്കു വേണം ആർക്കു വേണം ആർക്കതു വേണം. ആർക്കു വേണം ആർക്കു വേണം ആർക്കതു വേണം. യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും, യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും. ലാലല്ലല്ല ലാലല്ലല്ല ലാലല്ലാലല്ല ലാലല്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ പാട്ട്. സിമ്പിൾ പാട്ട്. പഠിച്ചോ? ഒന്നൊന്ന് പ്രാക്ടീസ് ചെയ്താലോ? ഓക്കെ, ചാടി എഴുന്നേറ്റോ. ഒന്ന് ഇന്ന് നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് ഡാൻസ് ചെയ്യാം കേട്ടോ. ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത്. യേശു തരും ആനന്ദം, യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം, യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. ആർക്കു വേണം ആർക്കു വേണം ആർക്കതു വേണം. യേശുവിനെ നോക്കിടുമ്പോൾ അവൻ അരുളിയിടും, ലാലല്ലല്ല ലാലല്ലല്ല ലാലല്ലാലല്ല ലാലല്ലല്ല. ആർ യു റെഡി? അപ്പോ സീൻ ചേട്ടാ, ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ആയോ? പൊളിക്കാൻ പോവാണ്. ക്ലാപ്പ്. അടിപ്പാടി. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം, യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. യേശു തരും ആനന്ദം സ്വർഗീയാനന്ദം,
യേശു തരും ആനന്ദം അതിരില്ലാത്ത ആനന്ദം. ആർക്കു വേണം ആർക്കു വേണം ആർക്കതു വേണം പാടികേ. ആർക്കു വേണം യേശുവിനെ നോക്കിയിടുമ്പോൾ അവൻ അരുളിയിടും. യേശുവിനെ നോക്കിയിടുമ്പോൾ ലാലലല 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 ആഹാ ലാലലല. യേശു തരും ആനന്ദം, യേശു തരും ആനന്ദം, യേശു തരും. ഒന്നൂടെ ഒന്നൂടെ. യേശു യേശു തരും. ആർക്കു വേണം ആർക്കു വേണം ചോദിച്ചേ ചോദിച്ചേ ആർക്കു വേണം. യേശുവിനെ യേശുവിനെ നോക്കിയിടുമ്പോൾ അവൻ അരുളിയിടും. യേശുവിനെ ലാലലല 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 ആ ലാലലല. കൈയടിച്ച് കൈയടിച്ച് യേശു തരുന്ന ആനന്ദം പിന്നെ എങ്ങനെയുള്ളതെന്ന് പറഞ്ഞേ. ഓക്കെ. ആർക്ക് വേണം ആർക്ക് വേണം. ചില ആൾക്കാർ ചോദിക്കുന്നത് ആർക്ക് വേണം ആർക്ക് വേണം. അപ്പോൾ പലരും മേടിക്കുമോ? നല്ല ചിരിച്ച് നല്ല സന്തോഷത്തോടെ ചോദിക്കണ്ടേ ആർക്ക് വേണം ആർക്ക് വേണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സ്വർഗത്തിലെ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് പോവാണ്. സ്വർഗത്തിലെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. പറയൂ. വചനം ഭക്ഷിക്കാം. ബൈബിളിലൊരു വാക്കുണ്ട്, മറിയം പറഞ്ഞൊരു വാക്കാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 53-ാമത്തെ വാക്യം. വിശക്കുന്നവരെ അവിടുന്ന് വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കും. വിശന്നാലേ നന്നായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ നല്ല വേറെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര വലിയ കറിയോ ഫുഡ് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും? അധികം നിറഞ്ഞിരിക്കുക, വയറൊക്കെ നിറഞ്ഞിരിക്കുക. നിറഞ്ഞിരുന്നാൽ അധികം കഴിക്കാൻ പറ്റില്ല അല്ലേ? വിശന്നാലോ കൂടുതൽ കഴിക്കാം. അത് ബൈബിൾ പറയാണ്, മറിയം പറയാണ്, വചനത്തിന് നമുക്ക് എന്ത് വേണം? വിശപ്പ് വേണം. എന്ത് വേണം? ഭക്ഷണം കഴിക്കാൻ വിശക്കുമ്പോ എങ്ങനെ അറിയാൻ പറ്റുക? ഭക്ഷണം കഴിക്കണം നമ്മുടെ ശരീരത്തിന് എങ്ങനെയാ തോന്നണേ? കമ്പ്യൂട്ടർ സിഗ്നൽ വരുമോ? റോബോട്ട് പറയോ അനീമിയ ഭക്ഷണം കഴിക്കാൻ റെഡിയായി അങ്ങനെ പറയോ? ഇല്ല. ജുവൽ ഭക്ഷണം കഴിക്കാൻ റെഡിയായി പറയോ? പറയത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ഭക്ഷണം നമുക്ക് കഴിക്കണത് എങ്ങനെയാ തോന്നണേ? പറയേ. ആ വിശപ്പ് വരും അല്ലേ? വിശപ്പ് വരും. മമ്മി ഭക്ഷണം തായോ വിശക്കണം എന്ന് പറയില്ലേ? പറയാറുണ്ടോ? ഇതുപോലെ നമ്മുടെ ആത്മാവിനും വിശപ്പുണ്ട്. എന്ത് വിശപ്പ്? ഉറക്കെ പറ. എന്ത് വിശപ്പുണ്ട്? വചനം ഭക്ഷിക്കേണ്ട വിശപ്പ്. അതായത് ആത്മാവിന് ഭക്ഷണം, ശരീരത്തിന് ഭക്ഷണം ഇല്ലാണ്ടപ്പോൾ വിശക്കണ പോലെ തന്നെ ആത്മാവിന് വിശപ്പുണ്ട്. അതുകൊണ്ട് ആത്മാവ് പറയും, ഇതേ കുർബാനയ്ക്ക് പോടി കൊച്ചേ, നീ പ്രാർത്ഥിക്കടി, വചനം പഠിക്കടി. ആത്മാവ് ഉള്ളിൽ ഇങ്ങനെ തേങ്ങി തേങ്ങി പറയും. ആത്മാവിനും എന്തുണ്ട്? പറയൂ. വിശപ്പുണ്ട്. അപ്പൊ റെഡിയാണോ? വിശന്നാലേ കൂടുതൽ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. വിശന്നാൽ കൂടുതൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ വചനം ഭക്ഷിക്കാൻ പോവാണ്. നമുക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ വരാറുള്ള ജോബി ജോൺലങ്കിള് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും, കുട്ടികളോട് പറയും, വചനം പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ മറ്റ് ധ്യാനങ്ങളും യൂത്ത് ധ്യാനമൊക്കെ സഹായിക്കുന്നതാണ്. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ജോബി ജോൺലങ്കിളെ സ്വാഗതം ചെയ്യാം. അതിന് നമ്മളൊരു ക്ലാപ്പ് കൊടുക്കണം. ആ ക്ലാപ്പാണ് ഫയർ വർക്ക് ക്ലാപ്പ്. എന്താണ്? അപ്പോൾ നമ്മൾ വെടിക്കെട്ട് പോലൊരു ക്ലാപ്പ് കൊടുക്കാൻ പോകണം. അപ്പോൾ ഇതിങ്ങനെ ലാസ്റ്റ് ഒരു വെടിക്കെട്ട് പോലെ നമ്മൾ കയ്യിൽ വരണം. അപ്പോൾ അത്ര നേരം നോക്കിയേ, അങ്ങനെ ക്ലാപ്പ് ചെയ്യണം. ഓക്കെ, റെഡി? ഫയർ വർക്ക് ക്ലാപ്പ് ഗോ. സൗണ്ട് വരുന്നില്ല, പൊട്ടട്ടെ. പഠിച്ചോ? പഠിച്ചോ? യെസ്. ചാടി എഴുന്നേറ്റ്. അപ്പോൾ നമുക്ക് അങ്കിളിനെ സ്വാഗതം ചെയ്യാം. ഫയർ വർക്ക് ക്ലാപ്പ് ഗോ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും എപ്പോഴും സ്വർഗത്തിലെ മാലാകുട്ടികൾക്കൊക്കെ സുഖമാണോ? സന്തോഷമാണോ? നിങ്ങൾ നന്നായിട്ടും ചിരിച്ചേ. എന്ത് നല്ല ശരിയാ, ശരിക്കും നിഷ്കളങ്കമായി ശരിയേട്ടോ. മാലാഖമാരെ പോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോഴേ മാലാഖമാരുടെ കൂട്ടിൽ നിൽക്കുന്ന ഫീലാ. എല്ലാവരും തിരുന്നേന്നാ.
ഓക്കെ, പങ്കിൾ ഇന്നൊരു കഥ പറയട്ടെ. കഥ പറയുന്നതിന് മുൻപ് ഒരു വചനം പറഞ്ഞു തരാം. ഓക്കെ, ഫിലിപ്പിയരുടെ ലേഖനം പറഞ്ഞേ. ഫിലിപ്പിയുടെ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വചനം. അതെങ്ങനെയാണ് പറയുന്നത്? എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് എൻ്റെ മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. പണ്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു. സന്യാസി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ അനുയായികളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ എല്ലാവരുടെയും വിളിച്ചിട്ട് അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ ശിഷ്യന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു ശിഷ്യൻ എന്ത് ചെയ്യുന്നറിയോ, ആ ശിഷ്യൻ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഈ സന്യാസിയെ കുറേ ചീത്ത പറഞ്ഞു. അദ്ദേഹത്തിന് തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. പക്ഷേ ആ പഠിപ്പിച്ചുകൊടുക്കുന്ന സന്യാസി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോയി. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായ സമയത്ത് ഈ ശിഷ്യന് ഉറങ്ങാൻ പറ്റണില്ല. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം വന്നു, ഭയങ്കര കുറ്റബോധം വന്നു. ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്, എൻ്റെ ഗുരുവിനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചില്ലേ, ഒരുപാട് സങ്കടപ്പെടുത്തിയില്ലേ എന്നൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ ഭയങ്കര സങ്കടം വന്നു. അങ്ങനെ അദ്ദേഹം രാത്രി ഒന്നും ഉറങ്ങിയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ സന്യാസിയുടെ അടുത്ത് പോയിട്ട് ശിഷ്യൻ പറഞ്ഞു, എനിക്ക് ഇന്നലെ തെറ്റുപറ്റിപ്പോയി, പെട്ടെന്ന് വന്നൊരു ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ സന്യാസി പറഞ്ഞു, കുഴപ്പമില്ല, അത് പ്രശ്നമില്ല, ഞാനത് ഇന്നലെ തന്നെ വിട്ടു. ആ സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് വിട്ടു. നീ അത് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കില്ലേ, എന്താ അതിൻ്റെ ആവശ്യം? ആ സംഭവം അവിടെ തന്നെ കഴിഞ്ഞു. മക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ശരിക്കും ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ, മിനിഞ്ഞാന്ന് സംഭവിച്ച കാര്യങ്ങൾ, കഴിഞ്ഞു പോയ നാളുകളിൽ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇന്നിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഇന്ന് സന്തോഷമായിട്ട് ഈശോയുടെ കൂടെ ദൈവത്തോടൊപ്പം നമ്മൾ ജീവിക്കുന്നതിന് പകരം ഇന്നലെ സംഭവിച്ചു പോയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കാമെന്നറിയോ? നമുക്ക് നാളെ വിജയിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മളൊരു പരാജയമാണെങ്കിൽ അതിൻ്റെ കാരണം ഇന്നലെ സംഭവിച്ച കാര്യങ്ങളാണ്. ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നാളെ നമ്മളൊരു വിജയമാകണമെങ്കിൽ ഇന്ന് നമ്മൾ മാറണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ഈസ് ദ പ്രസൻറ്റ് ഫ്രം ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നത്തെ ഈ സമയം നമ്മൾക്ക് ദൈവം തന്ന സമ്മാനമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇന്നലകളിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കരുത്, നമ്മൾ ഇന്നിൽ ജീവിക്കുന്നതാണ് ഈ വചനം നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വിഷമിക്കാതെ അത് മുഴുവനും എന്ത് ചെയ്യണം? ഈശോയ്ക്ക് കൊടുക്കും. അപ്പോൾ ഈശോ അത് മുഴുവനും ഏറ്റെടുക്കും, നമ്മുടെ മൈൻഡ് നമ്മളെ ഫ്രീ ആക്കി തരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇന്ന് ഫുള്ളസ്റ്റായിട്ട്, ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഫലം എന്താണെന്നറിയോ? നാളെ നമ്മൾ വിജയിക്കും. കൈയെടുത്ത് ഹാട്ടി വെച്ചൻ, എന്നിട്ട് പറയണം, ഫിലിപ്പിയരുടെ ലേഖനം 3-ാമത്തെ അധ്യായം 13-ാം വചനം. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറും. എല്ലാവർക്കും ഈശോ മിശിഹായിക്കും എപ്പോഴും ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കൂട്ടുകാരെ, എന്തോ പിന്നിലുള്ളവയെ നമ്മൾ വിസ്മരിച്ച് മറന്ന് എനിക്കത് പറ്റിയല്ലോ, തോറ്റല്ലോ, ഇതല്ല ഇവിടുത്തെ വിഷയം. നാളെ ഞാൻ ജയിക്കും. അപ്പോൾ അതിനെ മറന്നാലേ നാളെ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അങ്കിൾ നമ്മളോട് പറഞ്ഞത് അല്ലേ? അങ്ങനെയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ 3-ാമത്തെ സെഗ്മെന്റിലേക്ക് നമുക്ക് കിടക്കാം. 3-ാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. പറഞ്ഞേ, വിശുദ്ധരെ പരിചയപ്പെടാം. പിന്നെ ഈ സ്വർഗത്തിലെ വിശുദ്ധരെ കുറിച്ച് പറയാനൊക്കെ വന്നിട്ടുള്ള ആരാണ് റെഡി ആയിട്ട് വന്നത്? യെസ്,
അവർ മുന്നോട്ട് പോയോ? ഒരു കൈയടി കൊടുത്തവർക്ക്. യെസ്, നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. മോളുടെ പേര് പറയൂ. എൻ്റെ പേര് ഇവാ ബിനോയ്. ഇവാ ബിനോയ്. ഇന്ന് എത്ര ക്ലാസ്സിൽ പഠിക്കുന്ന മോള്? ഞാൻ 8ല്. 8ല്. ഇന്ന് ഏത് വിശുദ്ധരെ കുറിച്ച് പറയുന്നത്? ലിമായിലെ വിശുദ്ധ റോസ. വിശുദ്ധ റോസായെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കേൾക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ലിമായിലെ വിശുദ്ധ റോസായെക്കുറിച്ചാണ്. തെക്കേ അമേരിക്ക ലോകത്തിന് നൽകിയ ആദ്യ വിശുദ്ധ പുഷ്പമാണ് ലിമായിലെ വിശുദ്ധ റോസ. 1586 പെറുവിൻ്റെ തലസ്ഥാനമായ ലിമായിലാണ് വിശുദ്ധ റോസ ജനിച്ചത്. തൻ്റെ ജ്ഞാനസ്നാന നാമം ഇസബൽ എന്നായിരുന്നുവെങ്കിലും അവളുടെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും റോസ എന്ന് വിളിക്കുവാൻ തുടങ്ങി. ബാല്യം മുതൽ അവൾ പ്രകടമാക്കിയിരുന്ന കാരുണ്യവും ക്ഷമയും സഹനശേഷിയും അസാധാരണമായിരുന്നു. സിയന്നായിലെ വിശുദ്ധ കാതറിൻ്റെ മാതൃകയനുകരിച്ചുകൊണ്ട് അവൾ ഡൊമിനിക്കൻ 3-ാം സഭയിൽ ചേരുകയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്തു. അനുതാപവും സഹനങ്ങളും നിറഞ്ഞ വളരെ കഠിനമായൊരു സന്യാസ ജീവിതമായിരുന്നു വിശുദ്ധ നയിച്ചത്. ഇന്ത്യൻ ജനതയെ സുവിശേഷവൽക്കരിക്കുക എന്നതായിരുന്നു വിശുദ്ധയുടെ ആഗ്രഹം. ഇന്നത്തെ വിശുദ്ധരായ വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്, വിശുദ്ധ ജോൺ മസിയാസ് എന്നിവർ വിശുദ്ധയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഒരു നല്ല സൗഹൃദ വലയം കൊണ്ടു നടക്കുവാൻ വിശുദ്ധ ശ്രമിച്ചു. നന്മകളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ നയിച്ചത്. വെറും 5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ദൈവത്തിനു വേണ്ടി തൻ്റെ നിഷ്കളങ്കത കാത്തുസൂക്ഷിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തു. ചെറുപ്പക്കാരിയായിരുന്നപ്പോൾ തന്നെ സാധാരണയിൽ കവിഞ്ഞ കഠിനചര്യകളും ഉപവാസങ്ങളും അനുഷ്ഠിക്കുമായിരുന്നു. അതിനു പുറമെ പിശാചിൻ്റെ പലതര പരീക്ഷണങ്ങൾക്കും വിശുദ്ധ വിധേയയായി. വേദനാജനകമായ ശാരീരികാവസ്ഥകൾ കൂടാതെ തൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്നുള്ള എതിർപ്പുകളും ശകാരങ്ങൾക്കും വിശുദ്ധ വിധേയയായി. 1617 ഓഗസ്റ്റ് 24-ാം തീയതി പരിശുദ്ധ കന്യകയുടെ കാവൽ മാലാഖ റോസായെ തൻ്റെ സ്വർഗീയ പുണ്യവാളൻ്റെ പക്കലേക്ക് കൊണ്ടുപോയി. 1671 ഏപ്രിൽ 2-ാം തീയതി ക്ലെമന്റ് 10-ാമൻ മാർപ്പാപ്പ റോസായെ വിശുദ്ധയെ പ്രഖ്യാപിച്ചു. തൻ്റെ വിശദീകരണ ലേഖനത്തിൽ പാപ്പ പറയുന്നു, പെറു കണ്ടുപിടിക്കപ്പെട്ടതിനു ശേഷം ഇത്രയും അനുതാപത്തിനു വേണ്ടി ഇത്രത്തോളം ജനകീയ ആവേശം ഉളവാക്കിയ മറ്റൊരു പ്രേക്ഷിത ഉണ്ടായിട്ടില്ല. നന്ദി, നമസ്കാരം. അപ്പോൾ റോസയെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് മോള് പറഞ്ഞു. ഇനി വിശുദ്ധയുടെ ജീവിതത്തെ ആസ്പദമാക്കിയൊരു വചനം കേൾക്കുകയാണ്. മോൻ്റെ പേര് പറഞ്ഞേ? ജോയൽ. ജോയൽ. എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 8ല്. ജോയൽ പറയുന്ന വചനം നമുക്ക് കേൾക്കാം കേട്ടോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധ റോസയെ കുറിച്ച് നാം കേട്ടല്ലോ. പുണ്യവതിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഞാനൊരു വചനം പറയാം. എന്തെന്നാൽ കഷ്ടത സഹനശീലം ആത്മധൈര്യ പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. റോമ 5:4. വിശുദ്ധയെ പോലെ വിശുദ്ധിയിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. താങ്ക് യു. രണ്ടുപേരും വളരെ മനോഹരമായി പ്രസന്റ് ചെയ്തു. ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം. ഈശോയുടെ കൂട്ടുകാരെ, ഈ സ്വർഗത്തിലെ 4ാമത്തെ രസക്കാഴ്ചയിലേക്ക് സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. 4ാമത്തെ സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. പറഞ്ഞേ, ഈ ഒരു എപ്പിസോഡിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് താലന്ത് കൊണ്ടുവന്നിട്ടുള്ളവർ ആരാ ഉള്ളത്? ആരാണ് താലന്ത് കൊണ്ടുവന്നേക്കുന്നത്? വെരി ഗുഡ്. അവർ മുന്നോട്ട് വന്നേ. ഇവർക്കൊരു നല്ല കൈയടി കൊടുത്തേ. ഈശോയ്ക്ക് താലന്ത് കൊടുക്കാൻ വന്നിട്ടുള്ളവരാണ്. കൈയടി കൊടുത്തേ. ഓക്കെ കൂട്ടുകാരെ, നമുക്കിവരെ പരിചയപ്പെടാം. മക്കളുടെ പേര് പറഞ്ഞേ. പേര് പറയൂ. എൻ്റെ പേര് ജുവൽ മരിയ. ജുവൽ മരിയ. അടുത്ത ആള്? ആഞ്ചൽ മരിയ. നെക്സ്റ്റ്? ജുവൽ റോസ്ലിൻഡോ. അനിയ ജസ്റ്റിൻ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരിചയമുണ്ട്. ഇവർ എന്ത് താലന്ത് ഈശോയ്ക്ക് കൊടുക്കാൻ പോണേ? നിങ്ങൾ ഗ്രൂപ്പ് സോങ് ചെയ്യാൻ പോകും. ഗ്രൂപ്പ് സോങ്. ഓക്കെ, അടിപൊളി. അപ്പം നല്ലൊരു കൈഡി കൊടുത്തവർക്ക്. നിറഞ്ഞ മനസ്സാൽ നാദാ
അങ്ങേ കാരുണ്യം ഞാൻ ഓർക്കുന്നു, അവിടുത്തെ നാമം മഹനീയം. നിറഞ്ഞ മനസ്സാ നാഥാ, നിറഞ്ഞ വിഴിയാം നാഥാ, നന്ദി ചൊല്ലിടുന്നു ഞാൻ, നന്ദി ചൊല്ലിടുന്നു ഞാൻ. എന്റെ വിളി അവൻ സ്വീകരിച്ചു, എന്നാത്മധൈര്യത്താൽ ശക്തമാക്കി. ക്ലേശത്തിൽ വീഴുഴലുമെൻ ജീവനെ അവിടുന്ന് പാലിക്കുന്നു. എന്റെ വിളി അവൻ സ്വീകരിച്ചു, എന്നാത്മധൈര്യത്താൽ ശക്തമാക്കി. ക്ലേശത്തിൽ വീഴുഴലുമെൻ ജീവനെ അവിടുന്ന് പാലിക്കുന്നു. അങ്ങേ കാരുണ്യം ഞാൻ ഓർക്കുന്നു, അവിടുത്തെ നാമം മഹനീയം. അങ്ങേ കാരുണ്യം ഞാൻ ഓർക്കുന്നു, അവിടുത്തെ നാമം മഹനീയം. നിറഞ്ഞ മനസ്സാൽ നാഥാ, നിറഞ്ഞ വിഴിയാൽ നാഥാ, നന്ദി ചൊല്ലിടുന്നു ഞാൻ, നന്ദി ചൊല്ലിടുന്നു ഞാൻ. വളരെ സൂപ്പറായിട്ട് നമ്മുടെ കൂട്ടുകാർ പാടി. നല്ലൊരു ഗൈഡ് കൊടുക്കാമോ? ഈശോയുടെ മാലാകമാരെ, അപ്പോൾ 4 സെഗ്മെന്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ കേട്ട് രസിച്ചിരിക്കുകയാണ്. അപ്പോൾ 5ാമത്തെ സെഗ്മെന്റ് ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് വെക്കുന്നത് നല്ല ശീലം പഠിക്കാം. എന്താണ് 5ാം സെഗ്മെന്റ്? നല്ല ശീലം പഠിക്കാനായിട്ട് ഇന്ന് നമ്മൾ തയ്യാറാവുകയാണ്. നമുക്കറിയാം, നല്ല ശീലങ്ങളാണ് നല്ല വ്യക്തിത്വം നമുക്ക് തരുന്നത്, അല്ലേ? ഒരു വ്യക്തിത്വം നന്നാകുന്നത് നല്ലത് ചെയ്യുമ്പോഴല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കേണ്ട നല്ല ശീലം പഠനത്തെക്കുറിച്ചുള്ളതാണ്. പഠിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കാൻ പാടില്ല. പറയൂ, എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും പഠിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? നിങ്ങളോട് പഠിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാനിരിക്കാറ്? ഇഷ്ടപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് മടുത്താണോ? സത്യം പറ. കുറച്ച് പേര് ഇഷ്ടപ്പെട്ടിരിക്കും, കുറച്ച് പേര് അങ്ങോട്ട് ഇങ്ങോട്ട് ചിരിക്കുന്നുണ്ട്. അയ്യോ, നമ്മുടെ കാര്യമൊന്നും പറയണ്ട എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. നിങ്ങളുടെ മുന്നിൽ മമ്മി ഭക്ഷണം വിളമ്പി വെച്ചു, നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി, അത് ആ ഡിഷസൊക്കെ വെച്ച് നല്ല പ്ലേറ്റിൽ നന്നായിട്ട് സെർവ് ചെയ്ത് നിങ്ങളുടെ ടേബിളിൽ വെച്ചു. ഇനി ഇത് തന്നെ നിങ്ങളുടെ വായ്ക്കകത്തേക്ക് പോകുമോ? ഇല്ല. നിങ്ങളുടെ വയറിൽ ഈ ഭക്ഷണം എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ അധ്വാനിക്കണം, വേണ്ടേ? വേണോ? മമ്മി കഷ്ടപ്പെട്ട ഫുഡ്, പപ്പ അധ്വാനിച്ചു കൊണ്ടുവന്ന കാശ്, ഇത് ഫുഡായിട്ട് നിങ്ങളുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വാരി ഇങ്ങനെ കഴിച്ചാൽ മതി, അവിടെ എത്തും, അല്ലേ? വിശപ്പൊക്കെ മാറും. നീ നോക്കിയേ, പുസ്തകത്തിലെ അറിവ്, ടീച്ചർ പഠിച്ചറിവ്, ഇത് ടീച്ചറുടെ കയ്യിലിരുന്നാൽ നിങ്ങൾക്ക് A+ കിട്ടുമോ? ഇല്ലല്ലോ. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ അത് വിജയമായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ അതിന് കഷ്ടപ്പെടണം, അല്ലേ? ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇനി മടുത്ത് പഠിക്കാനിരിക്കരുത്. നിങ്ങൾക്ക് ചില വിഷയങ്ങളൊക്കെ ടഫ് ഉണ്ടാവും. ടഫായിട്ട് വിഷയങ്ങളുള്ളവർ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് നിങ്ങൾക്ക് ടഫാണ്, കൈപ്പൊക്കിയേ. മാത്സ് ടഫായിട്ടുള്ളൊരു കൈപ്പൊക്കിയേ, സത്യസന്ധമായിട്ട് കൈപ്പൊക്കിയേ. ഓക്കെ, മാത്സ് എളുപ്പമായിട്ടുള്ളൊരു കൈപ്പൊക്കിയേ. എനിക്ക് ഈസിയാണ്. കണ്ടോ, ഒരു സബ്ജക്റ്റ് തന്നെ കുറച്ച് പേർക്ക് എളുപ്പമാണ്, കുറച്ച് പേർക്ക് ടഫാണ് എന്ന് പറഞ്ഞാൽ, എവിടെയൊക്കെയോ ഏത് വിഷയം നമുക്ക് ടഫായി പോയിട്ടുണ്ടോ ആ വിഷയത്തോട് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ആ വിഷയം പഠിക്കാനിരിക്കുമ്പോൾ നല്ല ഇഷ്ടമുണ്ടോ? ഇല്ല. അപ്പം ഇന്ന് മുതൽ നമ്മൾ നല്ല ശീലം പഠിക്കുകയാണ്. ഏത് വിഷയം നിങ്ങൾക്ക് ടഫ് ഉണ്ടെങ്കിലും ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക, ഈ സ്വർഗത്തിൽ വെച്ച് ഇഷ്ടപ്പെട്ട് ഞാൻ വിഷയം പഠിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കിക്കോ, നിങ്ങൾ ടഫായിട്ട് കണ്ടാൽ നിങ്ങളുടെ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എളുപ്പമാകും. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോഴാണ് അത് മാറുകയുള്ളൂ. അല്ലെങ്കിൽ എന്നും ഇത് എടുക്കുമ്പോൾ അയ്യോ ഇത് പഠിച്ചാലും കിട്ടത്തില്ല, പുസ്തകം നല്ല ചവിട്ട് 4 കുത്തൊക്കെ കൊത്തിയിട്ട് പഠിക്കാൻ കിട്ടുമോ? കിട്ടത്തില്ല. ഇന്ന് മുതൽ കഷ്ടപ്പെട്ടല്ല പഠിക്കേണ്ട, പിന്നെ എങ്ങനെ പഠിക്കണം?
കഠിനാധ്വാനം വേണമെന്നല്ല, കഠിനാധ്വാനം വേണം, പക്ഷെ നമ്മൾ ഈ കഷ്ടപ്പെട്ടിരിക്കില്ലേ, അയ്യോ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ മൈൻഡിൽ ഇരിക്കരുതെന്നാണ് ചേട്ടൻ പറയുന്നത്. ആർ യു റെഡി? പോരാ, ആർ യു റെഡി? ഞങ്ങളുടെ പ്രേക്ഷകരായിട്ടുള്ള ചങ്ക് കൂട്ടുകാരെ, ഞങ്ങളുടെ നല്ല ശീലം ഫോളോ ചെയ്യണം. നിങ്ങളും എപ്പോൾ പഠിക്കുകയാണെങ്കിലും ജീവിതത്തിൽ ഏത് കാര്യം, അതിപ്പോൾ പഠിക്കണ കാലഘട്ടത്തിൽ മാത്രമല്ല, പഠനം എന്നുള്ള കുറച്ച് നിശ്ചിത കാലഘട്ടത്തിലല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞും ജീവിതത്തിൽ കുറേ പഠനങ്ങൾ ബാക്കി കിടപ്പുണ്ട്. എന്ത് കാര്യം നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിലും ഇഷ്ടത്തോട് കൂടിയിട്ട് അത് പഠിക്കാനിരുന്നാൽ അത് എളുപ്പം സ്വായത്തമാക്കാൻ പറ്റും എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഈശോയുടെ അടുത്ത് കളിച്ച് രസിച്ച് ഒന്നുകൂടെ അടിച്ചു പൊളിക്കാം. ചാടി എഴുന്നേറ്റ് ഈശോയുടെ അടുത്ത് കളിക്കാലോ. ഒന്നുകൂടെ പാടി നമുക്ക് ഡാൻസ് ഒക്കെ ചെയ്യാൻ പോവാണ്. ഈ സ്വർഗത്തിൽ ഒന്നുകൂടെ രസിക്കാൻ പോവാണ്. ഓക്കെ, നന്നായിട്ട് നനങ്ങി കൈ കഴിച്ചേ. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പൂത്തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്തു പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി കളിച്ചേ. ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പൂത്തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് മാലാഖമാരായി വളരാലോ. ഇരിക്കുക. ഇനി കളിയൊക്കെ കഴിഞ്ഞു അല്ലേ, നല്ല ശീലം പഠിച്ചു, ഇനിയാണ് പ്രാർത്ഥിക്കാൻ പോണേ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈയൊക്കെ കൂപ്പിപ്പിടിച്ച് നല്ല ഭംഗിയായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. റെഡി? കണ്ണൊക്കെ നടച്ചു പിടിച്ചേ. ഇതിങ്ങനെ പ്രാർത്ഥിക്കുക. ഈശോയെ ഈ സ്വർഗത്തിൽ മാലാഖയെ പോലെ കളിക്കാനും ചിരിക്കാനും രസിക്കാനും വചനം ഭക്ഷിക്കാനും നല്ല ശീലം പഠിക്കാനും വിശുദ്ധരെ പരിചയപ്പെടുത്താനും എന്നെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കണ്ണു തുറന്നേ. യെസ്. അപ്പോൾ എപ്പിസോഡിൻ്റെ സമാപനത്തിൽ നമ്മളൊരു സസ്പെൻസ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ചെയ്യാണ്. ഈ എപ്പിസോഡിൽ ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഏഞ്ചൽ എന്ന് അറിയാനുള്ള സമയമാണ്. ഓക്കെ, റെഡി? മോളുവായോ? ഇതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ആരാണ് ആ ഭാഗ്യവൻ, ഭാഗ്യവതി? കൈയടിച്ച്. ഇവാ ബിനോയ് ആരാ? വരും. അപ്പോൾ മോള് പോയിരുന്നോ? ഒരു കൈഡി കൊടുത്തേ. അപ്പോൾ ഈ എപ്പിസോഡിൽ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ഇവാ ബിനോയ്. ഒരു കൈഡി കൊടുക്കാമോ? പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇത്ര നേരം നമ്മുടെ ഈ സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കണ്ടിരുന്ന രസിച്ച എല്ലാവർക്കും നമ്മൾക്ക് നന്ദി പറയാനുള്ള സമയമാണ്. ടാറ്റ ബൈ ബൈ പറയണ്ടേ? വേണോ? ഓക്കെ, പ്രിയ പ്രേക്ഷകരെ, ഈ സ്വർഗ കാഴ്ചകൾ കണ്ട് രസിച്ചിരുന്ന നിങ്ങളെല്ലാവരെയും എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്, ഇനിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ സ്വർഗത്തിൻ്റെ കാഴ്ചകൾ, രസക്കാഴ്ചകൾ നിങ്ങൾ വീക്ഷിക്കണം. ഇത്രയും നേരം ഞങ്ങളെ വീക്ഷിച്ചതിന്, ഞങ്ങളുടെ കളിയും ചിരിയും നിങ്ങളെ രസിപ്പിച്ചതിന്, ഞങ്ങളെ ഒബ്സർവ് ചെയ്തതിന് ഹൃദയം നിറഞ്ഞ ഒരു നന്ദി, ഒരു ബിഗ് ക്ലാപ്പായിട്ട് ഞങ്ങൾ തരികയാണ്. ഇനി എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാൻ പോണം മക്കളെ. നമ്മളെ കണ്ട എല്ലാ ചങ്ക കൂട്ടുകാർക്കും ഒരു ടാറ്റ ബൈ ബൈ പറയണം. ഈ എപ്പിസോഡ് ഞങ്ങൾ ബൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ ബൈ ബൈ.